ചില ആളുകൾ ഒരു വീട് പണിതു, അവസാനം ഗതികെട്ടതിൽ കെട്ടി വരുന്നു, വീണ്ടും വാടക വീട്ടിലേക്ക്. ഇതെല്ലാം ഭയങ്കരമായൊരു നാണക്കേടുണ്ടാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. എന്നാൽ ഏശയ്യാവിൻ്റെ പുസ്തകം 61:7 പറയാം, ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം. ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഹലോ, ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. അത് തിരിച്ചു കിട്ടുമെന്നല്ല പറയുന്നത്, ഇതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണ്, എത്ര വലിയവനാണ്. എങ്ങനെ നമുക്ക് അവനെ സ്തുതിക്കാതിരിക്കും? കർത്താവിൻ്റെ കൃപകൾ ഓർത്ത്, അവൻ ചെയ്ത വഴികൾ ഓർത്ത് ദൈവത്തെ കൂടുതലായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസറിന് വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്നത്തെ ആദ്യത്തെ ഒരു എലീറ്റ് സ്പോൺസറാണ് മിക്കു എബ്രഹാം ഉമ്മനാണ്, എറണാകുളത്ത് നിന്ന്. താങ്ക് യു മിക്കു, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മിക്കു എബ്രഹാമിൻ്റെ ജന്മദിനം കൂടിയാണ്. ഹാപ്പി ബർത്ത്ഡേ മിക്കു, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ദുബായിലെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ സംരക്ഷണം, സ്ഥിരത, പ്രീതി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിനും നിലവിലുള്ള സംഘർഷങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരുടെ സംരംഭങ്ങളെ ബാധിക്കാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രൊട്ടക്ഷൻ ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവെ, എബ്രഹാമിൻ്റെ മാതാവിൻ്റെ വൃക്ക രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഉണ്ടാകുവാൻ, തൻ്റെ ഭാര്യയുടെ പ്രമേഹത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യമുണ്ടാകുവാൻ, തൻ്റെ മക്കളായിട്ടുള്ള തഹാൻ, തിയ എന്നിവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവിക ആരോഗ്യവും ജ്ഞാനവും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകൾ അങ്ങ് തുറന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ, നന്ദി കർത്താവെ. അതോടൊപ്പം തന്നെ മറ്റൊരു സ്പോൺസർ കൂടിയുള്ളത് ഒരു കോ സ്പോൺസറാണ്. ഹരിയാനയിൽ നിന്ന് സാലി റോയ് ആണ്. താങ്ക് യു സിസ്റ്റർ സാലി. ഇന്ന് ഭർത്താവ് റോയ് വർഗീസിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ റോയ്, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന് ദൈവിക ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുവാൻ, മകൾ ലിയ റോയുടെ ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ മഹത്വത്തിനായിട്ട് അങ്ങ് പ്രവർത്തിച്ചതിനായിട്ട് നന്ദി പറയുന്നു അപ്പാ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ചൊവ്വ ബുധൻ 2 ദിവസങ്ങൾ നടക്കുന്ന ടീൻസ് ക്യാമ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും, ഉറപ്പാണ്. അപ്പോൾ തന്നെ രജിസ്ട്രേഷനോട് ചെയ്യാനുള്ള മറ്റൊരു മീറ്റിംഗ് എന്ന് പറയുന്നത് മെയ് മാസം 1-ാം തീയതി നടക്കുന്ന നമ്മുടെ ഹാപ്പി ഹോംസ് ആണ്. ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള, ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള മീറ്റിംഗ് ആണത്. അതിലേക്ക് വന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം ദ ഗ്യാതറിംഗ് നമുക്ക് തിരുവനന്തപുരത്തും നടക്കുകയാണ്. ദയവായി കടന്നു വരിക. 18-ാം തീയതി സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുമായിട്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് വരികയാണ്. ഞാനും ബ്രദർ ഡാമിനും ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. കടന്നു വരിക, അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. രോഗികളെ കൊണ്ടുവരിക, മറ്റ് പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരെ കൊണ്ടുവരിക. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, യേശു കർത്താവ് അവരുടെ കണ്ണുനീർ തുടയ്ക്കും, ഉറപ്പായിട്ടും തുടയ്ക്കും. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നാളെ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചസിലും പ്രത്യേകമായിട്ടുള്ള ആരാധനയുണ്ട്. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും നമുക്ക് കടക്കാം. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഓരോ ചുവടും അത്ഭുതമേ, യേശു തരും അനുഭവമേ, നന്ദി ചൊല്ലി തീർക്കുവാൻ ആവതില്ല തെല്ലുമേ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. ഇരവിലും പകലിലും യേശു എൻ്റെ പാലകൻ, വീട്ടിലെത്തുവോളം എന്നെ കൈവിടാത്ത സ്നേഹിതൻ. നിത്യസ്നേഹമേ, നിലനിൽക്കും സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. നിത്യസ്നേഹമേ, നിസ്തുല്യ സ്നേഹമേ, നിത്യതയോളം നിലനിൽക്കും ബന്ധമേ. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, ആ മാറോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ.
യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ. ആ മാറോട് ചേർന്നിരുന്ന ഭയമില്ലേ. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും. മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചൂടുമതി. യേശുവൻ്റെ കൂടെ മതി. ഓ അന്ത്യം വരെ ആ ചൂടുമതി. ഓ യേശുവൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചൂടുമതി. യേശുവൻ്റെ കൂടെ മതി. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 11 ശനിയാഴ്ച. നിങ്ങളുടെ ഡയറിയിൽ ഇന്നത്തെ ഫോക്കസ് വേർഡ് നോക്കുക. റെസ്റ്റോറേഷൻ, യഥാസ്ഥാപനം അല്ലെങ്കിൽ പുനഃസ്ഥാപനം. അതൊന്ന് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. യഥാസ്ഥാപനം. ഫോക്കസ് വേഴ്സ് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:25 ജോയൽ 2:25. I will repay you for the years the locusts have eaten. വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി ഞാൻ നിങ്ങൾക്ക് തിരികെ തരും, അല്ലെങ്കിൽ വീണ്ടെടുത്ത് തരും. ഇതാണ് നമ്മുടെ വചനം. അതിലെ ഡെക്ലറേഷൻ നോക്കുക. എവറിത്തിങ് ലോസ്റ്റ് ഈസ് റെസ്റ്റോർഡ്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു തരും. God renews seasons, relationships, resources, etc. for His glory. കർത്താവ് പുതുക്കുന്നത് എന്തൊക്കെയാണ്? സീസണുകൾ പുതുക്കും, ഇല്ലേ? അല്ലെങ്കിൽ അതിനെ തിരിച്ചു തരും. ബന്ധങ്ങൾ തിരിച്ചു വരും. പല ബന്ധങ്ങളും ആവശ്യമുള്ളതാണെങ്കിൽ തിരിച്ചു വരും. അതുപോലെ റിസോഴ്സസ്, എനിക്കുണ്ട് ഒരു കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ എന്നിൽ നിന്ന് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി, അതെല്ലാം തിരിച്ചു തരാൻ ഒക്കെ ദൈവത്തിന് സാധിക്കും. ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കുക, വായിക്കുക, ടിക്ക് ചെയ്യുക. 4 കാര്യങ്ങളാണ് ഞാൻ ഇന്നും പറയാൻ പോകുന്നത്. 1, റെസ്റ്റോറേഷൻ ഈസ് ഗോഡ്സ് പ്രോമിസ്. ഒന്നാമത്തേതാണ് ഈ യഥാസ്ഥാപനം അല്ലെങ്കിൽ പുനഃസ്ഥാപനം, വീണ്ടെടുക്കൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിരിക്കുകയാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാം. കാരണം ആ വചനത്തിൽ പറയുന്ന ഐ വിൽ റീപേ യു, ഐ വിൽ റീപേ യു. ഞാൻ നിങ്ങൾക്ക് തിരികെ തരും, ഞാൻ നിങ്ങൾക്ക് തിരികെ തരും. റെസ്റ്റോറേഷൻ ബിഗിൻസ് വിത്ത് ഗോഡ്സ് ഇനീഷ്യേറ്റീവ്, നോട്ട് ഹ്യൂമൻ എബിലിറ്റി. റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ബിഗിൻസ് വിത്ത് ഗോഡ്സ് ഇനീഷ്യേറ്റീവ്. ദൈവത്തിൻ്റെ ഒരു ഇനീഷ്യേഷനിലാണ്, ദൈവം മുൻകൈ എടുത്തിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഇപ്പോൾ ഒത്തിരി പേര് പല കാര്യങ്ങളും തിരിച്ചു പിടിക്കാനായി ഭയങ്കരമായിട്ടൊക്കെ ശ്രമിക്കും, പക്ഷെ നടക്കണമെന്നില്ല. എന്നാൽ ദൈവം ഒന്ന് കൽപ്പിച്ചാലോ വളരെ ഫാസ്റ്റായി ഇതെല്ലാം തിരിച്ചു വരും. അതുകൊണ്ട് ഓർക്കേണ്ടത് പുനഃസ്ഥാപനം, യഥാസ്ഥാപനം, റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ? പ്രൈസ് ഗോഡ്. ഇനി വചനങ്ങൾ ചിലത് ഞാൻ പറയുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 61:7 ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. ലജ്ജയ്ക്ക് പകരം, നാണക്കേടിന് പകരം, നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നാണക്കേടിന് പകരം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. നിങ്ങൾക്ക് ഇരട്ടി പങ്ക് ലഭിക്കും. അത് മാത്രം ഒന്ന് വിശ്വസിക്കാമോ? ഒന്നും വിശ്വസിച്ചില്ലേ? നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി തിരികെ തരാൻ കഴിയുന്ന ഒരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് ഈ വർഷം, ഒരുപക്ഷെ ഈ മാസം മുതൽ ചിലതൊക്കെ തിരിച്ചു വരാൻ തുടങ്ങിയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. ലജ്ജയ്ക്ക് പകരം ഒരു ഇരട്ടി പങ്ക്
എനിക്ക് തിരികെ ലഭിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലർക്കൊക്കെ നല്ല വീടുണ്ടായിരുന്നു, പക്ഷേ ചിലപ്പോൾ ബിസിനസ് മോശമായി, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് വീട് നഷ്ടമായി. ഇപ്പോൾ വാടകയ്ക്കാണ്. ഇപ്പോൾ ഒരു കാലത്ത് രാജാക്കന്മാരായി വലിയ നല്ല രീതിയിൽ ജീവിച്ചിരുന്നവർ പെട്ടെന്ന് വാടക വീട്ടിലേക്ക് കയറി നമ്മുടെ മുകളിലൊരു ഒരു മുതലാളിയും അവരുടെ മുമ്പിൽ അവരുടെ ഔദാര്യത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ ഒത്തിരി പല പല വീടുകളിൽ ഇങ്ങനെ മാറി മാറി താമസിച്ചുകൊണ്ട് ഞങ്ങൾക്കറിയാം. വീട്ടുകാർ, ഈ ലാൻഡ് ലോഡ്സ് ചില സമയത്ത് അവരുടെ മൂഡ് പോലെ നമ്മളോട് ഇറങ്ങാൻ പറയും, അത് ചെയ്യാൻ പറയും, ഇത് പറയാം, അല്ലെങ്കിൽ വാടക കൂട്ടാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നവർ അതിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രയാസമുണ്ടല്ലോ. അതൊരു നാണക്കേടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നതെല്ലാം കളഞ്ഞു, കൈമോശം വരുത്തി, പിടിപ്പുകേടാണ്, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വരും. ചില ആളുകൾ ഒരു വീട് പണിതു, ഒത്തിരി കഷ്ടപ്പെട്ട പണിത്, ലോൺ എടുത്താൽ പണിത്, പക്ഷേ EMI അടക്കാൻ പറ്റിയില്ല, ഹൗസിംഗ് ലോൺ തിരിച്ചടക്കാൻ പറ്റുന്നില്ല, അവസാനം ഗതികെട്ടത് വിൽക്കേണ്ടി വരുന്നു, വീണ്ടും വാടക വീട്ടിലേക്ക് പോകും. ഇതെല്ലാം ഭയങ്കരമായൊരു നാണക്കേടുണ്ടാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. എന്നാൽ 61-ാമത്തെ അധ്യായത്തിൽ ഏഷ്യാവിൻ്റെ പുസ്തകം 61:7 പറയാം, ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം. ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഇൻസ്റ്റെഡ് ഓഫ് ഷെയിം യു വിൽ റിസീവ് എ ഡബിൾ പോർഷൻ. അത് തിരിച്ചു കിട്ടുമെന്നല്ല പറയുന്നത്, അതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും. ഇതിന് പ്രാപ്തിയുള്ളവനാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? യിരെമ്യാവിൻ്റെ പുസ്തകം 30:17 ഐ വിൽ റെസ്റ്റോർ യു ടു ഹെൽത്ത്. ആരോഗ്യമാണ് നഷ്ടപ്പെട്ടതെന്നിരിക്കട്ടെ, ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് സാധിക്കില്ലേ? എൻ്റെ ആരോഗ്യം പല സമയത്തും ഭയങ്കരമായി നഷ്ടപ്പെട്ട് വീക്കായിപ്പോയ സന്ദർഭങ്ങളുണ്ട്. 3-3.5 മാസമൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീക്കായിപ്പോയ സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നത്തേക്കാൾ ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യത്തെ വീണ്ടെടുത്ത് തരാൻ കർത്താവിന് സാധിക്കും. ചില സീസണുകളിൽ അങ്ങനെ വന്നേക്കാം. അപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടവരോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന നിലയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ദൈവത്തിന്, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിന്, അസ്ഥികളുടെ താഴ്വരയിൽ അസ്ഥി പഞ്ചരങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിന് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുത്ത് തരാൻ സാധിക്കില്ലേ? അതങ്ങ് വിശ്വസിക്കണം. 23-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ കാണുന്നത് ഹി റെസ്റ്റോഴ്സ് മൈ സോൾ. അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുക്കുന്നു. ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഹി റെസ്റ്റോഴ്സ് മൈ സോൾ എന്ന് പറയുന്നത് സ്പിരിറ്റല്ല, ബോഡിയുമല്ല, സോളാണ്. സോളിലുള്ളത് എന്തൊക്കെയാണ്? മൈൻഡ്, വിൽ, ഇമോഷൻസ്. ചില സമയത്ത് ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് തകർന്നു പോകും. അപ്പോൾ ശരീരം ഏകദേശമൊക്കെ നിൽക്കുന്നുണ്ട്, ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അതും സേഫാണ്. പക്ഷേ മനസ്സ് തകർന്നു പോയാലോ? തകർന്നിരിക്കുന്ന മനസ്സിന് ആർക്ക് സഹിക്കാം? ഇമോഷണലി ഡൗണായി, നിരാശയിൽ പോയി, ഡിപ്രഷനിൽ പോയി, ഒരുപക്ഷെ ഡിവോഴ്സിലൂടെ പോയി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടു. യോബിനൊക്കെ പറ്റിയതുപോലെ ജോലി നഷ്ടപ്പെട്ടു, അഭിമാനം നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകാറില്ലേ? അങ്ങനെ പോകുമ്പോൾ സങ്കീർത്തനം 23:3 പറയുന്നത് ഇങ്ങനെയാണ്, ഹി റെസ്റ്റോഴ്സ് മൈ സോൾ. എൻ്റെ അർത്ഥം, അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുക്കുന്നു. മാനസിക തകർച്ചകളിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ മനസ്സ് തകർന്ന് തരിപ്പണമായി, കോൺഫിഡൻസ് മൊത്തം നഷ്ടപ്പെട്ട സീസണുകൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷെ കർത്താവ് എന്ത് ചെയ്ത് ആ സോളിനെ റെഡീം ചെയ്യുന്നു, അല്ലെങ്കിൽ റെസ്റ്റോർ ചെയ്യുന്നു. സന്തോഷത്തിൻ്റെ ചിന്തകൾ വീണ്ടും വരുന്നു, ആത്മവിശ്വാസം തിരിച്ചു വരുന്നു, മനസ്സിൻ്റെ ശക്തി തിരിച്ചു വരുന്നു, വിൽ പവർ തിരിച്ചു വരുന്നു. ഇത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ വളരെ ഷാർപ്പായി ആരോസ് പോലെ, അസ്ത്രങ്ങൾ പോലെ ചിലരുടെ
ഹൃദയങ്ങളിൽ മനസ്സുകളിലൊക്കെ പതിക്കുന്നത് എനിക്ക് ഉള്ളിൽ അറിയാം. നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളൊരു പക്ഷേ ചിന്തിക്കുന്നത് ഇനി ഒരിക്കലും എനിക്ക് ഈ തകർന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റില്ല എന്നായിരിക്കാം. അങ്ങനെയല്ല. 23-ാം സങ്കീർത്തനം 3-ാമത്തെ വചനം ബൈബിളിൽ ഉള്ളിടത്തോളം കാലം ഈ വചനം ദൈവസന്നിധിയിൽ എന്നേക്കും സ്ഥിരമാണ്, ഒരു മാറ്റവുമില്ല, നിത്യവചനമാണ്. ആ നിത്യവചനത്തിൽ പറയുന്നതിന് പ്രകാരം വിശ്വസിക്കാമെങ്കിൽ മെൻ്റൽ സ്ട്രക്ചറിനെ കർത്താവ് തിരിച്ചു കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറ. നമ്പർ 2, റെസ്റ്റോറേഷൻ ഇൻക്ലൂഡ്സ് ലോസ്റ്റ് ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ദൈവം നൽകുന്ന പുനഃസ്ഥാപനത്തിൽ നകത്ത് നഷ്ടപ്പെട്ട സമയങ്ങളും നഷ്ടപ്പെട്ട അവസരങ്ങളും ഉൾക്കൊള്ളുന്നു. നഷ്ടപ്പെട്ട സമയങ്ങളും നഷ്ടപ്പെട്ട അവസരങ്ങളും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് യോവേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, ദ ഇയേഴ്സ് ദ ലോക്കസ് ഹാവ് ഈറ്റൺ. വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി. വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരമായി. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? വെട്ടുക്കിളി തിന്നുകളഞ്ഞ സംവത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ കൃഷി ഇറക്കി, ഭയങ്കരമായ വിളവുണ്ടായി. പക്ഷേ ഒറ്റയടിക്ക് വെട്ടുക്കിളികൾ ഒരു ക്ലൗഡ്, മേഘം വന്നിറങ്ങുന്ന പോലെ ഇറങ്ങി എല്ലാം തിന്നിട്ട് പോയി. ആ വർഷം പോയില്ലേ? ആ വർഷം നഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ ചില വർഷങ്ങളിൽ സാമ്പത്തികത്തെ വെട്ടുക്കിളികൾ വന്ന് വെട്ടിത്തിന്നതുപോലെ സാമ്പത്തികത്തെ തിന്നുകളഞ്ഞു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ചിലപ്പോൾ തയ്യൽ കടയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുടിൽ വ്യവസായമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നായിരിക്കാം, ചായപ്പൊടി പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ബിസിനസ്സായിരിക്കാം, കോഴിക്കച്ചവടമായിരിക്കാം. എന്താണെങ്കിലും ചില സംവത്സരങ്ങൾ ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിൽ നിന്നൊക്കെ ഭയങ്കരമായൊരു തിരിച്ചുവരവിന് ദൈവം സാധിപ്പിക്കും. ആരോടും പൈസ കടം മേടിക്കാതെ, ആരിലും ആശ്രയിക്കാതെ അന്തസ്സോടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. ഒരു ക്രച്ചസ് ഇല്ലാതെ, ആർക്കും ഒരു ഭാരമാകാതെ അഭിമാനത്തോടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. ഏപ്രിൽ മാസത്തിൽ ബ്ലെസ്സിംഗ് ടുഡേ എല്ലാ ഞായറാഴ്ചയും പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ മാറി ദൈവത്താൽ സൂപ്പർ നാച്ചുറലി അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, കയ്യിൽ വരുന്ന പണം ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഈ പൈസ എങ്ങനെ വളർത്തിയെടുക്കണം. പൈസ വർദ്ധിപ്പിക്കാൻ ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഉപമയിൽ ഒരാൾക്ക് 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ കൊടുത്തില്ലേ? പക്ഷെ ആ വർദ്ധിപ്പിക്കാതിരുന്ന 1 താലന്തുകാരനെ ദുഷ്ടനായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിൽ കർത്താവ് തരുന്ന പണം നമ്മളതിനെ ഇൻക്രീസ് ചെയ്യണം, അതിനെ വർദ്ധിപ്പിക്കണം. എന്ന് മാത്രമല്ല, ഏറ്റവും ജനറസ് ആയി, ഏറ്റവും ആകപ്പാടെ ഒരു ജീവിതമേ നമുക്കുള്ളൂ. അത് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന പോലെ വിളിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഏപ്രിൽ മാസത്തെ ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെന്ററിലേക്ക് വരണം. എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭയിലും ഒരേ സന്ദേശമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേ സഭയിൽ നേരിട്ട് വരിക. ഇത് വരാൻ കാരണം, ബ്രദറെ വീട്ടിലിരുന്ന് ഓൺലൈൻ കണ്ടാൽ പോരെ, ഹാർവസ്റ്റ് ടിവിയിൽ കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ ഉത്തരം അങ്ങനെയും കേൾക്കാം. പക്ഷേ ശരിയായ അതിനുള്ള ഒരു വെൽത്ത് ക്രിയേഷൻ അനോയിന്റിങ് വരണമെങ്കിൽ ഒരുപക്ഷെ തലമുറകളായി നിൽക്കുന്ന ചില ശാപങ്ങൾ മുറിഞ്ഞു മാറി ഒരു വലിയ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നടക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ അഭിഷേകം സ്വീകരിക്കണ്ടേ എന്നും ഇങ്ങനെ പോയാൽ മതിയോ? ഇനി ഓൾറെഡി നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പോകുന്ന ഒരാളാണെങ്കിൽ നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഈ അഭിഷേകത്തെ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നേ. സോ ദിസ് ഈസ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. ഏപ്രിൽ മാസം, ദിസ് ഇസ് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിംഗ്. ദിസ് ഈസ് ഫ്രം ബ്ലെസ്സിംഗ് ടുഡേ. ഇന്ന് അനുഭവിക്കേണ്ട അവന്റെ നന്മ ഇന്ന് അനുഭവിക്കണം. സോ യു ആർ ഓൾ വെൽക്കം. ഒരു ഞായറാഴ്ച പോലും മുടങ്ങരുത്. ഇനി ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ച് ഇല്ലാത്ത ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ ഓൺലൈനിൽ കാണുക. ഓൺലൈനിൽ കാണുമ്പോൾ ദയവായി അവൻ്റെ കമൻറ്റ് സെക്ഷനിൽ
എല്ലാ ഞായറാഴ്ച ഇന്ന സ്ഥലത്ത് നിന്നാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഞായറാഴ്ച രാവിലെ 7:45 ഇംഗ്ലീഷ് സർവീസുണ്ട്, 10 മണിയാകുമ്പോൾ മലയാളം സർവീസുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിൽ പങ്കെടുക്കുക. God bless you. See you there. ഇവിടെ പറയുന്നതനുസരിച്ച് ദൈവം സാധനങ്ങൾ മാത്രമല്ല തിരിച്ചു തരുന്നത്, സമയവും തിരിച്ചു തരും. ഹി റെസ്റ്റോഴ്സ് ടൈം ആൻഡ് ഹി റെസ്റ്റോഴ്സ് ഓപ്പർച്യൂണിറ്റീസ്. അവസരങ്ങൾ തിരിച്ചു തരും. നഷ്ടപ്പെട്ട സീസണുകളെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. സഭാപ്രസംഗി 3:11 വായിക്കുമ്പോൾ, എക്ലീസിയാസ്റ്റസ് 3:11, ഹി മേക്സ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ടൈം. അവൻ സകലവും സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. റോമാലേഖനം 8:28, ഗോഡ് വർക്ക്സ് ഓൾ തിങ്സ് ഫോർ ഗുഡ്. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു, അല്ലെങ്കിൽ നന്മയ്ക്കായി കൂട്ടിച്ചേർക്കുന്നു, കൂട്ടി വരുത്തുന്നു. അങ്ങനെ നന്മയ്ക്കായി കൂട്ടി വരുത്തുന്നൊരു ദൈവമുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 50:20 പറയുന്നത്, വാട്ട് വാസ് മെൻറ്റ് ഫോർ ഹാം ഗോഡ് ടേൺസ് ഫോർ ഗുഡ്. തിന്മയ്ക്ക് വേണ്ടി ഒക്കെ സംഭവിച്ചത് ദൈവം നന്മയ്ക്കാക്കി തീർത്തു. നിങ്ങളുടെ ജീവിതത്തിലും വളരെ തിന്മയായ ചിലത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് പറയുന്ന സമയത്ത് ഒത്തിരി അമ്മമാരെ, ഒത്തിരി പിതാക്കന്മാരെ, യുവാക്കന്മാരെ, ബാലന്മാരെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ കാണുകയാണ്. ജീവിതത്തിൽ പലവിധ ഹാം വന്നു. അതിൽ തന്നെ പെട്ടെന്ന് ഞാൻ ഈ അടുത്തതായി പറയുന്ന ചില കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. പ്രവചനാത്മാവിൽ ഞാൻ സംസാരിക്കുകയാണെന്ന് വിശ്വസിക്കുക. ഈ പഠനത്തിൽ ചിലപ്പോൾ കുട്ടികൾ 7ാം ക്ലാസ്സിൽ വെച്ചൊരു രോഗം വന്നു, 8ാം ക്ലാസ്സിൽ വെച്ചൊരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ചൊരു രോഗം വന്നു, പോളിയോ വന്നു, അല്ലെങ്കിൽ വേറെ കിഡ്നിക്ക് അസുഖമുണ്ടായി, എന്തെങ്കിലും രോഗമുണ്ടായിട്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല, ക്ലാസ്സിൽ പോകാൻ കഴിഞ്ഞില്ല, അറ്റൻഡൻസ് ഇല്ല, അങ്ങനെ ഒരു വർഷം നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു വർഷം നഷ്ടപ്പെട്ടു പോയി. എന്നെങ്കിലും ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമോ? നഷ്ടപ്പെട്ടു പോയി. അത് പഠിക്കാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ പഠിക്കാൻ മനസ്സ് ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ചിലർക്ക് ആക്സിഡൻറ്റ്സ് വന്നു, പ്ലാസ്റ്ററും ഇതൊക്കെ ഇട്ട് ഇരിക്കുകയായിരുന്നു, മാസങ്ങൾ നഷ്ടമായി, കിടപ്പിലായിപ്പോയി, വാക്കറിൽ നടക്കുകയാണ്, ക്രച്ചസ് ഉപയോഗിക്കുകയാണ്, പഠനം നഷ്ടപ്പെട്ടു പോയി, വർഷങ്ങൾ ചിലതങ്ങും പോയി. പക്ഷേ ഈ വചനം പറയുന്നത് നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, നഷ്ടപ്പെട്ട സീസണുകളെ തിരിച്ചു തരാൻ കർത്താവിന് സാധിക്കും. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ നന്നായി വിശദീകരിക്കാൻ എനിക്ക് സാധ്യമല്ല, എങ്കിലും 1-2 ഐഡിയ പറഞ്ഞോട്ടെ. കോമ്പൻസേഷൻ. അടുത്ത വർഷം ഒരുപക്ഷെ 7ാം ക്ലാസ്സിൽ വെച്ചാണ്, 7ാം ക്ലാസ്സാണ് നഷ്ടപ്പെട്ട, അടുത്ത വർഷം ഒരുപക്ഷെ വീണ്ടും 7ാം ക്ലാസ്സിൽ ഇരിക്കണമെന്നിരിക്കട്ടെ, ഇരുന്നു, അടുത്ത പഠിച്ചു പോയി. അപ്പോൾ അതിനുള്ളിൽ കൂടെ പഠിച്ചവരൊക്കെ ഫ്രണ്ടിലെത്തി. ഓക്കെ, പക്ഷെ ഫ്രണ്ടിലെത്തി അവർ പല ഡിഗ്രികളതൊക്കെ എടുത്ത് പാസ് ഔട്ടായി പുറത്തു വന്നു. അവർ ജോലിയിൽ പ്രവേശിക്കും. ഇവിടെ ഇങ്ങനെ നഷ്ടപ്പെട്ട ആൾ പുറകിലാണ്. പക്ഷെ ദൈവം ചെയ്യാൻ പോകുന്നത്, ഇവിടെ എത്തിയ ശേഷം ഇവർക്കാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊമോഷനുള്ള, അതിനേക്കാൾ ഉയർന്നൊരു സ്ഥലത്ത് കൊണ്ട് ഇയാളെ വയ്ക്കും. ഇവർ പുറകിലായി, നഷ്ടപ്പെട്ട വർഷം കോമ്പൻസേറ്റഡായി. ഇതൊരു ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. ഇതുപോലെ ദൈവത്തിന് 1000 പദ്ധതികളുണ്ട്. അതായത് മറ്റുള്ളവരൊക്കെ നിങ്ങളെക്കാൾ വെട്ടിക്കയറി മുമ്പിലെത്തി. നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ വർഷങ്ങൾ നഷ്ടപ്പെട്ടു, അത് പോയി. ഈ സ്വന്തം കുരുത്തക്കേട് കൊണ്ട് നഷ്ടപ്പെടുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പഠിക്കുന്ന കാലത്ത് പഠിക്കാതെ അത് ഇത് പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ല, ചിലരുടെ വിവാഹ ജീവിതം വളരെ വൈകിപ്പോയി, ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലേ, അങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് ഇതെല്ലാം ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ദൈവത്തിന് വഴികളുണ്ടെന്നേ, അത് വിശ്വസിക്കേ. എങ്ങനെ ആയിക്കോട്ടെ, കർത്താവ് പ്രവർത്തിക്കും. ചില സമയത്ത് ട്രെയിൻ വൈകി ഓടും. അപ്പോൾ നിങ്ങൾ ഇത്രയും വൈകിയല്ലേ ഓടുന്നത്, എന്ത് ചെയ്യും? പക്ഷേ ചില സമയത്ത് ഈ ട്രെയിൻ തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിലിങ്ങനെ തെക്കോട്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് റോഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട്, സാധാരണ എന്ന് പറഞ്ഞാൽ ബൈ റോഡ് വണ്ടി ഓടിച്ചാൽ ഞങ്ങളെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് ബ്ലെസ്സിങ് ഫെസ്റ്റിൻ്റെ കാലങ്ങളിലെല്ലാം. പക്ഷെ ഇപ്പോൾ കൂടുതലും ട്രെയിനിൽ യാത്ര ചെയ്യാൻ തുടങ്ങി, പ്രത്യേകിച്ച് തെക്കോട്ട്. വടക്കോട്ട് അങ്ങനെ എന്നാലും മെയിൻലി. അപ്പോൾ ആ തെക്കോട്ടുള്ള യാത്രയിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ട്രെയിൻ ചിലത് വൈകിയേ ഓടുകയുള്ളൂ.
വൈകി വരും, വൈകി എടുക്കും. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ അവർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കും, ചിലപ്പോൾ നേരത്തെ കൊണ്ടെത്തിക്കും. അപ്പം ഇങ്ങനെ ചില പരിപാടികൾ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. നഷ്ടങ്ങൾ നഷ്ടങ്ങളായി തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങൾ നഷ്ടപ്പെട്ട സമയങ്ങൾ, നഷ്ടപ്പെട്ട എന്തും നിങ്ങളെയും അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ചിലതിനെയും ഓവർടേക്ക് ചെയ്ത് ചില സിഗ്നലുകളൊക്കെ വേഗത്തിലെടുത്ത് എത്തേണ്ടിടത്ത് സമയത്ത് എത്തിച്ചിരിക്കും. അതിനൊരു ആമേൻ പറയാമോ? അത് വിശ്വസിക്കുന്നെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റെ നഷ്ടപ്പെട്ട സമയങ്ങൾ കർത്താവ് എനിക്ക് തിരിച്ചു തരും. മറ്റുള്ളവരെല്ലാം എൻ്റെ മുമ്പിലായിപ്പോയി, പക്ഷെ അവരുടെയും മുമ്പിലെത്തിക്കാൻ എൻ്റെ യേശുവിന് സാധിക്കുമെന്ന് ടൈപ്പ് ചെയ്തിടുക. നമ്പർ 3, റെസ്റ്റോറേഷൻ ഓഫ്റ്റൻ ഫോളോസ് റിപ്പൻറ്റൻസ് ആൻഡ് റിട്ടേൺ. പക്ഷെ ആ വചനത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെയുള്ള യഥാസ്ഥാപനം നടക്കുന്നത് മാനസാന്തരത്തിലൂടെയും തിരികെ വരുന്നതിലൂടെയുമാണ്. അതാണ് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ ജനങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ ആണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവത്തിലേക്ക് മടങ്ങി വരാനുണ്ടോ, നമ്മുടെ പിന്മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കൽ നല്ല ആത്മീയമായിട്ട് നമ്മൾ ജീവിച്ചിരുന്നു പക്ഷേ ഇത് പുറകോട്ട് പോയി, ഇങ്ങനെയുള്ളതിൽ നിന്നെല്ലാം തിരിച്ചു വരണം. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-13 വചനങ്ങളിൽ പറയുന്നു, റിട്ടേൺ ടു ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. റിട്ടേൺ ടു ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങൾ മുഴു ഹൃദയത്തോടെ കർത്താവിലേക്ക് മടങ്ങി വരുവിൻ. അപ്പോസ്തലപ്രവൃത്തികൾ 3:19 ടൈംസ് ഓഫ് റിഫ്രഷിംഗ് കം വെൻ വി റിപ്പൻറ്റ്. നാം മാനസാന്തരപ്പെടുമ്പോൾ എങ്ങനെയാണ് അതിനെ പറഞ്ഞിരിക്കുക, അവൻ്റെ ആശ്വാസകാലങ്ങൾ, അങ്ങനെയാണ് ട്രാൻസ്ലേഷനിൽ കാണുന്നത്. ടൈംസ് ഓഫ് റിഫ്രഷ്മെൻറ്റ്, ആശ്വാസകാലങ്ങൾ ദൈവത്തിൽ നിന്ന് വരും. അയ്യോ, ഇത് ഇന്ന് പ്രത്യേകമായ ഒരു അനോയിൻറ്റിങ്ങിലാണ് ഞാൻ ഇരിക്കുന്നത്. ചിലരല്ല, ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസകാലങ്ങൾ വരാൻ പോകും. വിശ്വസിക്കുക. ടൈംസ് ഓഫ് റിഫ്രഷിങ്. there shall be showers of blessing എന്നുള്ളൊരു പാട്ട് കേട്ടോ. there shall be showers of blessing, this is the promise of God. കേട്ടിട്ടുണ്ടോ? this is the promise of love. അപ്പോൾ അതുപോലെ ഒരു വാഗ്ദത്തം ദൈവത്തിൽ നിന്നും എല്ലാവർക്കും ലഭിക്കുകയാണ്. എന്താണത്? ടൈംസ് ഓഫ് റിഫ്രഷിങ്, ആശ്വാസകാലങ്ങൾ. എല്ലാവരും ഈ സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ടൈംസ് ഓഫ് റിഫ്രഷിങ്, ആശ്വാസകാലങ്ങൾ. ദൈവം എനിക്ക് ആശ്വാസകാലങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ടൈപ്പ് ചെയ്തേ പെട്ടെന്ന്. ദൈവം എനിക്ക് ആശ്വാസകാലങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. ദൈവം എനിക്ക് ആശ്വാസകാലം. ഒരാൾ ചെയ്താൽ പോരാ, എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, എഴുതുക, വാഗൊണ്ട് പറയുക. ദൈവം എനിക്ക് ആശ്വാസകാലങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. എന്നും ഇങ്ങനെ ജീവിക്കാനല്ല. നമ്പർ 4, റെസ്റ്റോറേഷൻ ലീഡ്സ് ടു ഗ്രേറ്റർ ഗ്ലോറി. യഥാസ്ഥാപനം കൂടുതൽ മഹത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ റെസ്റ്റോറേഷൻ പദ്ധതി എന്ന് പറയുമ്പോൾ വെറും വീണ്ടെടുക്കൽ മാത്രമല്ല, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവന്ന് തരുന്നത് മാത്രമല്ല, ഇറ്റ് ഓഫ്റ്റൻ ലീഡ്സ് ടു ഗ്രേറ്റർ ഇൻ ഗ്രേസ്. വളരെയധികം ഉയർച്ചയിലേക്ക് അത് കർത്താവ് നമ്മെ കൊണ്ടുപോകും. ജോബ് 42:10. യോബിൻ്റെ പുസ്തകം 42:10 ദ ലോർഡ് റെസ്റ്റോർഡ് ജോബ് ആൻഡ് ഗേവ് ഹിം ട്വൈസ് ആസ് മച്ച്. അവിടെ പറയുന്നത് യോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവന്നത് മാത്രമല്ല, ഇരട്ടി കൊണ്ടുവന്നു. വെറും റെസ്റ്റോറേഷൻ അല്ല, ഇത് കോമ്പൻസേഷനുണ്ട്. സഖറിയ ചാപ്റ്റേഴ്സ് 9:12. സഖറിയാവിൻ്റെ പുസ്തകം 9:12 ഐ വിൽ റെസ്റ്റോർ ഡബിൾ ടു യു. ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തിരികെ നൽകും. ഓ മൈ ഗോഡ്, ഇതൊരു മോർണിംഗ് ഗ്ലോറി ആയിപ്പോയി. ഞാൻ സ്റ്റേജിലെങ്ങാലും ആയിരുന്നെങ്കിൽ ഞാൻ ഓടി നടന്നത് പറഞ്ഞാനെ. ഹലോ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് പറയണമെന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയോ അതിലധികമോ ആയി തരുവാൻ
കർത്താവിന് സാധിക്കും. പല വീടുകളും അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന ഞാൻ എൻ്റെ ഉള്ളിൽ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഇരട്ടിയായ നന്മകളും അനുഗ്രഹങ്ങളും തിരിച്ചു വരുന്നത് കാണുകയാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സഭ നടത്തിയിരുന്നു, ഒരു കൂട്ടായ്മ നടത്തിയിരുന്നു, ആളുകളെല്ലാം കുറഞ്ഞുപോയി. ഇരട്ടി ആത്മാക്കളെ തരാൻ കർത്താവിന് സാധിക്കും. ചില ദൈവദാസന്മാരോട്, ചില ശുശ്രൂഷകരോടൊക്കെ ഞാൻ സംസാരിക്കുകയാണ്. ഇരട്ടിയായി തിരിച്ചു തരാൻ കർത്താവിന് സാധിക്കും. എഫെസ്യ ലേഖനം 3:20 God can do immeasurably more than all what you ask or imagine. നിങ്ങൾ ചോദിക്കുന്നില്ല നിനക്കുന്നില്ല അത്യന്തംപരമായി തരുവാൻ കർത്താവിന് സാധിക്കും എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ആ വീട് അവിടെ ഒരു വളരെ ചെറിയൊരു വീടായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീട്. ആദ്യം ഓലമേഞ്ഞതായിരുന്നു, ചാണകം മെഴുകിയതായിരുന്നു, കൊച്ചു വീട്. എന്നാൽ അതിനെ ഒന്ന് പുതുക്കി പണിയാനൊക്കെ തയ്യാറായ സമയത്ത് അതിന് ചുറ്റും തറ കെട്ടി ചില എക്സ്ട്രാ റൂമുകളൊക്കെ എടുത്ത് അതിനെ കുറച്ചുകൂടി വലുതാക്കി. അപ്പോൾ എല്ലാം പണിത് കഴിഞ്ഞപ്പോൾ പഴയ വീട് കാണാനില്ല. പഴയ വീട് അതിൻ്റെ അകത്തായിപ്പോയി. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ചുറ്റും മുറികളും എല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികം സ്ക്വയർ ഫീറ്റ്, ഇരട്ടിയിലധികം സൗകര്യങ്ങൾ. പുറത്തു നോക്കിയാൽ പഴയ ആ വീടാണെന്ന് ആർക്കും മനസ്സിലാകുക പോലുമില്ല. ഇതുപോലൊരു ഡബ്ലിങ് അവിടെ നടന്നു. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നത്. ഇരട്ടിപ്പിൻ്റെ അനുഗ്രഹം കൈനീട്ടി സ്വീകരിക്കാൻ കഴിയുമോ? യേശുവിൻ്റെ നാമത്തിൽ എല്ലാം ഇരട്ടിയാകട്ടെ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വീടുകളിലേക്ക് അത് വരട്ടെ, ബിസിനസ്സുകളിലേക്ക് അത് വരട്ടെ, സഭകളിൽ അത് വരട്ടെ, വ്യക്തികളിൽ അത് വരട്ടെ. ഈ മാസം അത് സംഭവിക്കട്ടെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ തന്നെ ഞാൻ രോഗികൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കൈനീട്ടി പിടിക്കാമോ? കർത്താവേ, രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഈ മസിലുകളിങ്ങനെ വലിയില്ലേ, മസിൽ ക്രാംസ് പോലെ, യേശുവിൻ്റെ നാമത്തിൽ മസിൽ ക്രാംസ് സൗഖ്യമാകട്ടെ. അതുപോലെ ബ്രെയിനിലുള്ള സീഷേഴ്സ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങനെയുള്ള ചില വലിയ പ്രയാസങ്ങളിപ്പോൾ, ചില മിറാക്കുലസ് ആയിട്ട് അങ്ങനെയുള്ള രോഗങ്ങളിപ്പോൾ സൗഖ്യമാകട്ടെ. കൈനീട്ടി പിടിക്കുക. കർത്താവെ, ഇവരനുഭവിക്കുന്ന പ്രയാസം എന്താണെങ്കിലും ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ ഒരാഴ്ച മൊത്തം കണ്ടതിന് നന്ദി. നാളെ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളെല്ലാം മീറ്റിംഗ് നടക്കുകയാണ്. ദയവായി നിങ്ങളെല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്യണം. തിങ്കളാഴ്ച മോർണിംഗ് ഗ്ലോറിയിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.